ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്ററായിട്ടുള്ള 1183ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സോറോ ഗെയിമിംഗ് 007 100 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വോയിസ് ഓവർ വെച്ച് എഡിറ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന പണിയാണെങ്കിലും അതിങ്ങനെ ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ഈ സപ്പോർട്ടാണ്. സോ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ഈ വലിയ സപ്പോർട്ടിന്. അടുത്തതായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലോസ്റ്റ് കിൻ 04 100 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ കുറച്ച് മാങ്ക സജഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, എന്നാലും എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രോ താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് ബിഗ് സപ്പോർട്ട്. ഇവരോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് തന്നതിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം ഇതേപോലെ തന്നെ മുന്നോട്ടും വേണം. ഇതൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. അതേപോലെ തന്നെ നമ്മളുടെ ചാനലിൽ 7000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇനി 8000ത്തിലേക്ക് കടക്കാൻ കുറച്ച് പേര് കൂടി മതി. അപ്പോൾ അതുകൂടി എല്ലാവരും കാര്യമായിട്ടൊന്ന് ശ്രമിക്കുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മളുടെ ചാപ്റ്ററിലേക്ക് അങ്ങ് കടക്കാം. ഈ ചാപ്റ്ററിൽ നമുക്കൊരു കളർ സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. സ്ട്രോ ഹാറ്റ് ക്രൂ 2 ക്യൂട്ട് ആനക്കുട്ടികളുടെ കൂടെ ചില്ല് ചെയ്യുന്ന ഒരു നല്ല ചിത്രമാണ്. സോ ഇപ്പോൾ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇമു വേഴ്സസ് ലോക്കി റാഗ്നർ, ആ ഫൈറ്റ് ആണ്. ഇമു ഇപ്പോൾ ഇങ്ങനെ കിതച്ചുകൊണ്ട് റാഗ്നറിനോട് പറയുന്നുണ്ട്, അപ്പോൾ റാഗ്നർ, നീ ഇത്രയും കാലം മൂവിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടാളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ? റാഗ്നർ ആണെങ്കിലും ഇപ്പോൾ ഇമുവിന് നേരെ ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ അലറുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ വോയിഡ് സെഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് തേങ്ങയാണെന്ന് ലോക്കിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതെന്ത് പിച്ചും പെയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ? എന്നാലും ഈ ഇമുവിനെ പോലെ ഇത്രയും ടഫായിട്ടുള്ള ഒരു ഒപ്പോണന്റിനെ ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല എന്നും പറഞ്ഞ് ലോക്കിയും ഇങ്ങനെ അകതയ്ക്കുന്നുണ്ട്. ഇമു ഇപ്പോൾ പറയുന്നുണ്ട്, ലോക്കി, സ്ട്രോഹാറ്റ് ലൂഫി, എന്തൊക്കെ വന്നാലും നിങ്ങൾ രണ്ടുപേരും മൂവിൻ്റെ സോൾജിയേഴ്സ് ആവാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും, ഡോസാനെ ചെയ്തതുപോലെ. സോ ഇമു ഇപ്പോഴും മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോസാൻ ആരാണെന്ന് നമുക്ക് ഒരു പിടിയില്ല. ഈ വിൽ ഓഫ് ഡി എന്ന് പറയുന്നത് വിൽ ഓഫ് ഡോസാൻ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ തിയറീസ് കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ വഴിയേ അറിയാം. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇമു ഇപ്പോൾ അടുത്ത ഒരു ഒമൻ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ലോക്കി ഇപ്പോൾ പുതിയൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു, അതായത് റാഗ്ന ട്വിൻ ഹെയിം. ഉടനെ ഇപ്പോൾ ആകാശത്തുനിന്ന് 2 മിന്നൽ പിണർ താഴേക്ക് വരുന്നുണ്ട്. ഇമു ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന വെപ്പൺ ഇങ്ങനെ കറക്കിയിട്ട് ലോക്കിയുടെ ഈ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇമുവിൻ്റെ അറ്റാക്കിന് ഗ്രാം എന്നാണ് പേര് പറയുന്നത്. ഈ ഗ്രാം എന്ന് പറയുന്നത് നോർസ് മിത്തോളജിയിലുള്ള ഒരു സോഡാണ്. ഹീറോ ആയിട്ടുള്ള സിഗഡ് ഡ്രാഗൺ ആയിട്ടുള്ള ഫാഫ്നിറിനെ ഈ സോഡ് വെച്ചിട്ടാണ് കൊന്നത്. അപ്പോൾ ഇതൊരു ഡ്രാഗൺ സ്ലേയിങ് സോഡാണ്. സോ ആ നെയ്മഡ് അറ്റാക്കാണ് ഇപ്പോൾ നിദോഗിന് നേരെ ഇമു പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ വെസ്റ്റേൺ വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ ആ സസ മോൺസ്റ്ററിന്റെ അഴിഞ്ഞാട്ടമാണ്. അത് അവിടുത്തെ ആ കുട്ടികളെയൊക്കെ ട്രാപ്പ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ ആ സ്ഥലവും ആളുകളെയും ഒക്കെ അതിങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. അവിടെ നിൽക്കുന്ന ജയൻസ് വിളിച്ചു പറയുന്നുണ്ട്, കുട്ടികളെ എത്രയും പെട്ടെന്ന് അതിന്റെ ട്രാപ്പിൽ നിന്ന് രക്ഷിച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്ന്. ഇപ്പോൾ ആ കുട്ടികളായിട്ടുള്ള ബെൻഡോയും മാഗുവും ഒക്കെ ഇതിന്റെ ആ ഒരു ട്രാപ്പിൽ പെട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ജയന്റ് പേരൻസും കൂടെ റിപ്ലിയും ആഞ്ചയും ഒയ്മോയും ഒക്കെ ആയുധങ്ങൾ എടുത്ത് എഴുന്നേക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഈ പേരൻസ് വിളിച്ചു പറയുന്നുണ്ട്. റിപ്ലൈ ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരെ സേവ് ചെയ്തത്, ഇനിയും ഞങ്ങൾ അവരെ വിട്ടു തരില്ല. അതെ, ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഒയ്മോയും വിളിച്ചു പറയുന്നു. ചോപ്പർ ഇപ്പോൾ ഇവരോടായിട്ട് പറയുന്നുണ്ട്, പ്ലീസ് എല്ലാവരും ഒന്ന് ശാന്തരാകൂ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ചോര കയറ്റി തീർന്നിട്ടില്ല, ഇപ്പോൾ ഇങ്ങനെ റഷ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. റിപ്ലൈ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനൊന്നും ഒരു വിഷയമല്ല, ഞങ്ങളുടെ കുട്ടികളെയാണ് ഇവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ സസ മോൺസ്റ്ററിനെ ഇവർക്ക് തൊടാൻ പോലും കഴിയുന്നില്ല. എല്ലാവരും പലയിടത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ കയ്യിൽ ട്രാപ്പ് ആയിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞ് വിളിച്ച് അലറുന്നുണ്ട്. കില്ലിംഗ്ഹാം ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, 7 കുട്ടികളെ കിട്ടിയല്ലോ, അത് മതി, വാ സസ നമുക്ക് പോകാം. ഇപ്പോൾ സാഞ്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്ത് കോപ്പായി നടക്കുന്നേ? ഇപ്പോൾ നമ്മളെ ഗുങ്കോയെ കാണിക്കുന്നുണ്ട്. ഗുങ്കോ ആ ഐസ് ബ്ലോക്കിൽ തന്നെ പെട്ട് കിടക്കുകയാണ്. അതായത് ഇമു ആ അറ്റാക്ക് ചെയ്തിട്ടും ആ ഐസ് ബ്ലോക്ക് പൊളിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉസോപ്പിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. ഉസോപ്പ് ബ്രൂക്കിനോട് ചോദിക്കുന്നുണ്ട്, ബ്രൂക്കെ താൻ എന്തിനാ ചാടിപ്പോയി ആ പെണ്ണിനോട് ഫൈറ്റ് ചെയ്യാൻ പോയേ? എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടാ ഇടയ്ക്ക് കയറി ഞാൻ ഇടപെട്ടത്. നാമി ഇപ്പോൾ ബ്രൂക്കിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് അവളെ പരിചയമെന്ന്. അതായത് ബ്രൂക്ക് മുമ്പ് ഗുങ്കോയോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്, അവളൊരു ശത്രു ആയിരുന്നോ എന്ന്. ബ്രൂക്ക് പറയുന്നുണ്ട്, ശത്രു ഒന്നുമല്ല, പക്ഷെ ഞാൻ ഈ വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. അങ്ങനെയുള്ള അവളെ ഇവിടെ കണ്ടപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി.
കാരണം ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവൾക്കിപ്പോൾ ഏതാണ്ട് ഒരു 77 വയസ്സായിട്ടുണ്ടാവണം. നാമി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇത് ആ വ്യക്തിയാവാൻ വഴിയില്ലല്ലോ. മാത്രമല്ല ഇവിടെയുള്ള അവള് ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ അല്ലേ? ബ്രൂക്ക് ഇപ്പൊ പറയുന്നുണ്ട്, പണ്ട് അവൾ എന്റെ ജന്മനാട്ടിലെ രാജകുമാരിയായിരുന്നു. ഹോളി ലാൻഡിലേക്ക് പോയ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉസോപ്പൊക്കെ ആണെങ്കിലും ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ ഓടി വരുന്ന ഫ്രാങ്കി പറയുന്നുണ്ട്, ബ്രൂക്കെ അവൾ ഇപ്പോഴും ആ ഐസിൽ ഉറഞ്ഞു കിടക്കുക. പക്ഷെ അവളുടെ കണ്ടീഷൻ എന്താണെന്ന് ഒരു പിടിയില്ല. ജീവനുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉസോപ്പും നാമിയൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്, ബ്രൂക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ മുഖസാദൃശ്യം അവൾക്കുണ്ട്. പക്ഷേ അവളൊരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണ്. അതേപോലെ തന്നെ അവളിവിടെ വന്നത് ഈ എൽബാഫിനെ അറ്റാക്ക് ചെയ്യാനുമാണ്. പക്ഷേ കുറച്ച് മുൻപേ നമ്മളുടെ ദേഹത്തുള്ള ഈ ആരോ റോപ്പുകൾ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മളെ രക്ഷപ്പെടാൻ അനുവദിച്ചതും അവളാണ് എന്ന് ബ്രൂക്ക് പറയുന്നു. എന്തിനാകും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ബ്രൂക്ക് ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇമുവിൻ്റെ കൺട്രോളിൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപും ഗുങ്കോ വിളിച്ചു പറഞ്ഞിരുന്നു, ബ്രൂക്കെ ഓടി രക്ഷപ്പെടുമെന്ന്. ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്, ഇതൊക്കെ അവൾക്ക് എങ്ങനെ അറിയാം എന്നും ബ്രൂക്ക് ചോദിക്കുന്നു. ഇത് പറഞ്ഞ ശേഷം അവൾ വീണ്ടും അവളുടെ ആ ഡീമൺ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയി എന്ന് ബ്രൂക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്കിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുങ്കോയ്ക്ക് മൊത്തത്തിൽ 3 പേഴ്സണാലിറ്റി ഉണ്ട്. ഒന്ന് ആദ്യത്തെ ഗുങ്കോയുടെ ആ പേഴ്സണാലിറ്റി, 2 ഇവരെ രക്ഷിച്ച ആ പേഴ്സണാലിറ്റി, പിന്നൊന്ന് ആ ഡീമൺ ഫോം. എന്തോ 3 വ്യത്യസ്തരായ ആളുകളെ പോലെ ആയിരുന്നു അവളുടെ പെരുമാറ്റം എന്ന് ബ്രൂക്ക് പറയുന്നു. ഇനി അവളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതാകുമോ എന്ന് നാമി ചോദിക്കുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, മുൻപായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കണക്കിലെടുക്കുകയില്ലായിരുന്നു. പക്ഷെ ഇന്നിവിടെ ആൾക്കാർ ഡീമൻസ് ആയി മാറുന്നത് കണ്ടപ്പോൾ ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ജിംബെ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട് ബ്രൂക്ക്, പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തേ പറ്റൂ. ആ പെണ്ണിനെ ജീവനോടെ വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്തൊരു നീക്കം നടത്താൻ പറ്റില്ല. സോ ഇപ്പോൾ ബ്രൂക്ക് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് നറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ട്, അതായത് വളരെ പണ്ട്, അവളന്നൊരു കൊച്ചു കുട്ടിയായിരുന്നു. ഞാനും അന്ന് ചെറുപ്പമായിരുന്നു. ഞങ്ങളുടെ രാജ്യമായിരുന്നു എസ്പീരിയ. ഇപ്പം അങ്ങനെ ഒരു രാജ്യം തന്നെ നിലവിലില്ല. സംഗീതത്തിൻ്റെ രാജ്യം, തെരുവുകൾ തോറും ഇൻസ്ട്രുമെൻ്റ് വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്ന രാജ്യം എസ്പീരിയ. ഇനി ആ ഒരു ഡീറ്റെയിൽഡ് ഫ്ലാഷ് ബാക്ക് ആണ്. 70 വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബ്ലൂവിലുള്ള ഒരു രാജ്യം. സമയം വെളുപ്പിന് 4 മണി. ഇപ്പോൾ ബ്രൂക്കിൻ്റെ വോയിസ് കേൾക്കാം. 1 2 3 4. സോ ബ്രൂക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കിടിലം പാട്ട് പാടി ടൗണിലുള്ള എല്ലാവരെയും ഉണർത്തുകയാണ്. ബ്രൂക്കിൻ്റെ ഈ സോങ്ങിൻ്റെ പേരാണ് ഗുഡ് മോർമെയ്ഡ്, അതായത് ഗുഡ് മോർണിംഗ് മെർമെയ്ഡ്. അത് രണ്ടും കൂടെ ചേർത്ത് ഗുഡ് മോർമെയ്ഡ്. ബ്രൂക്ക് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് എസ്പീരിയ, വെറുതെ ഇരിപ്പിൻ്റെ നാളുകൾ കഴിഞ്ഞു, നമുക്കിനി വീണ്ടും കടലിലേക്ക് സെയിൽ ചെയ്യാൻ ഇറങ്ങാം, എന്തു പറയുന്നു ബാക്ക് സ്ട്രീറ്റ്സ്. ഇപ്പോൾ ആ രാജ്യത്തെ കുറച്ച് ആളുകളുടെ പ്രതികരണങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, ഓ ഇന്നലെ അടിച്ചതിൻ്റെ കെട്ട് വിട്ടിട്ടില്ല, ഒന്നും മിണ്ടാതിരിയടാ, നിന്റെ ആ വായൊന്ന് അടച്ചു ചെയ്യടാ എന്നൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. പട്ടികൾ വരെ അവിടെ നിന്ന് കുരച്ച് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉറക്കം എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് ബ്രൂക്ക് എന്ന് പറയുന്നുണ്ട്. ദ ഹാർബർ, ദ അരേന, സംഡേ ഐ വാണ മീറ്റ് എ സെക്സി മെർമെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൂക്ക് അവിടെ മുടിഞ്ഞ പാട്ടാണ്. ബ്രൂക്കെ ഇതൊന്ന് നിർത്തടാന്ന് കുറേ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചിലർ ബ്രൂക്ക് സമ എന്നൊക്കെ വിളിച്ചിട്ട് ബ്രൂക്കിൻ്റെ ഫാൻസ് ഇങ്ങനെ അലറുന്നുണ്ട്. ഇവനെയൊക്കെ കൊട്ടാര സൈന്യത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്. ഒരു തോക്കിങ്ങട് ഇവനെ വെടിവെച്ച് താഴെ ഇടാമെന്ന് വരെ ആൾക്കാർ പറയുന്നു. സോ അവിടുത്തെ ഒരു പൊതുശല്യമായിരുന്നു ബ്രൂക്ക്. ഇപ്പോൾ ബ്രൂക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്താൽ നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൂഫിയുടെ ആ നിക്ക പോസ് പോലെയുണ്ട്. അപ്പോൾ ഇതാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരായ ആളുകളുടെ രാജ്യം എസ്പീരിയ. ഇനി നമ്മളെ കാണിക്കുന്നത് എസ്പീരിയ കൊട്ടാരത്തിൻ്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഇപ്പോൾ അവിടെ സൈന്യത്തിലുള്ള പടയാളികളാണെങ്കിൽ ബ്രൂക്കിൻ്റെ അടുത്ത് ബ്രൂക്കിൻ്റെ ആ ട്രേഡ് മാർക്കായിട്ടുള്ള സ്വിഫ്റ്റ് സ്ലാഷ് ഉണ്ടല്ലോ, ആ പെട്ടെന്നുള്ള സ്ലാഷ്, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ബ്രൂക്ക് ഇവരുടെയൊക്കെ തലവനാണ്, ക്യാപ്റ്റനാണ്. അവരിപ്പോൾ ബ്രൂക്കിനോട് പരാതി പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എപ്പോഴും ചുമ്മാ ഇങ്ങനെ പ്രിൻസസ് ഷുറിയെയും കളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. ഇപ്പോൾ ബ്രൂക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് മോങ്ങാതടാ, നിന്നെയൊക്കെ എന്താ ഞാൻ പഠിപ്പിക്കുന്നില്ലേ, ഫാസ്റ്റ് സ്ലാഷ് പഠിക്കണമെങ്കിൽ ആദ്യം പോയി അതിൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് വാ, ഇങ്ങനെ കിടന്ന് പകൽക്കിനാവ് കണ്ടുകൊണ്ട് നടക്കാതെ. സോ ബ്രൂക്ക് ഇപ്പോൾ അങ്ങനെ പ്രിൻസസ് ഷുറിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ആ ചാപ്റ്റർ 1149 കണ്ട ആ സിൽവറ്റാണിത്. ഇപ്പോൾ അവരിങ്ങനെ പാട്ട് പാടുന്ന ഈണത്തിൽ ഓരോന്ന് സംസാരിക്കുകയാണ്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് രാത്രിയിൽ ഇനി എന്താണാവോ ഭക്ഷണം, ഇപ്പോഴേ എൻ്റെ വയറ് വിശക്കുന്നു എന്ന് ഷുറിയും പറയുന്നു. സോ ഇപ്പോൾ അവരങ്ങനെ ബ്രൂക്കിൻ്റെ ഐക്കോണിക് ഐറ്റമായിട്ടുള്ള ബിങ്സ് സാക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ചെറുപ്പമായിട്ടുള്ള ബ്രൂക്കിൻ്റെ ആ ഫേസ് നമ്മളെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷുരി, അതായത് ഇപ്പോഴത്തെ ഗുങ്കോയുടെ ഫേസ് കാണിക്കുന്നുണ്ട്. കൊട്ടാര സൈന്യത്തിൻ്റെ ക്യാപ്റ്റനാണ് ബ്രൂക്ക്, 20 വയസ്സ്. അതേപോലെ തന്നെ ബ്രൂക്കിൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്നുണ്ട് പ്രിൻസസ് ഷുരി, 7 വയസ്സ്. അവളുടെ പുറത്തും ഇപ്പോൾ ഒരു വാളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഷുരി ഇപ്പോൾ ഇങ്ങനെ ദേ ഹേ 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 എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നും നല്ലപോലെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തു, കുറെ കഴിയുമ്പോൾ ഞാനും എൻ്റെ അമ്മയെ പോലെ നല്ല സ്ട്രോങ്ങർ ആവുമായിരിക്കും അല്ലേ.
ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, പിന്നെ നിന്റെ അമ്മ സൂപ്പർ സ്ട്രോങ് ആണ്. ഓ ക്യാൻഡൽ സമ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് ക്യാൻഡൽ സമ. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ബ്രൂക്കിൻ്റെ കണ്ണുകളിൽ ഹേർട്ട് തെളിയുന്നത് കാണാം. മറ്റൊരാളിൻ്റെ ഭാര്യയെ ഇങ്ങനെ പ്രണയിക്കുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല ബ്രൂക്ക് എന്ന് ഇപ്പോൾ ഷുറി പറയുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നേ? പ്രണയം എന്ന് പറയുന്നത് ഫ്രീഡമാണ്, അത് ഫ്രീ ആയിട്ടുള്ളൊരു വികാരമാണ്. ഇപ്പോൾ എസ്പീരിയ കിങ്ഡത്തിന്റെ രാജാവ് കിങ് റൂവൻ അവിടെ നിന്നിട്ട് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ബ്രൂക്കിന്റെയും ഈ ഷുറിയുടെയും കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. സോ അങ്ങേരിപ്പോൾ പറയുന്നുണ്ട്, ഗൂഢാലോചനയ്ക്ക് കൊടുക്കാറുള്ളത് വധശിക്ഷയാണ്. ബ്രൂക്ക് ഇപ്പം ഞെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അതൊരുമാതിരി കടുത്ത ശിക്ഷയല്ലേ അണ്ണാ? അല്ല അങ്ങുന്നേ. ഷുറി ആണെങ്കിൽ ഇപ്പോൾ റൂവനെ ഇങ്ങനെ പപ്പാന്ന് വിളിച്ചോണ്ട് ചെല്ലുന്നുണ്ട്. റൂവൻ ഇപ്പോൾ ബ്രൂക്കിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കൊല്ലാൻ പ്ലാൻ ഇടുമായിരുന്നല്ലേടാ? ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മച്ചിയാണല്ല, നിങ്ങൾ മരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഷുറി ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ബ്രൂക്കേ, എൻ്റെ അമ്മയെ നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്നൊന്ന് എടുത്ത് കളയേ. പകരം ഞാൻ വളർന്നു വലുതാവുമ്പോൾ ഞാൻ നിങ്ങളെ കെട്ടിയാൽ പോരെ. ഇപ്പോൾ ഇത് കേട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് റുവൻ പറയുന്നുണ്ട്, ഷുറി എന്ത് ക്യൂട്ടായിട്ടുള്ള കാര്യമാണ് മോള് പറഞ്ഞേ. ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ പപ്പയെടുത്താണ് ആദ്യം ഒന്ന് പറയേണ്ടത്. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ ഒന്ന് ഭാര്യയായിട്ട് വേണ്ടാന്ന് ഷുറിയെ എടുത്ത് പറയുന്നുണ്ട്. റുവൻ ആണെങ്കിൽ ഇപ്പോൾ ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട്, എടാ നാറി, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ എൻ്റെ മോളുടെ പ്രപ്പോസൽ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീ റിജക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ബ്രൂക്കിൻ്റെ മുഖത്തോട്ട് കിക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ കിക്കിൽ നിന്ന് തല ഇങ്ങനെ വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ബ്രൂക്ക് പറയുന്നുണ്ട്, ഞാൻ ഒരു പെണ്ണിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ടൈപ്പ് ഒരാളാണെന്ന്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം കണ്ടുകൊണ്ട് ഷുറി അവിടെ കിടന്ന് വമ്പൻ ചിരിയാണ്. മറ്റേ നമ്മുടെ ലൂഫി നിക്ക പോസിൽ നിന്നിട്ട് ചിരിക്കുന്ന പോലുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് ഓടി ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, അങ്ങൂന്നേ, അങ്ങീ തമാശ കളിച്ച് നിൽക്കുന്നതിനിടയിൽ വന്ന് തടസ്സം ഉണ്ടാക്കിയതിന് ക്ഷമിക്കണം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് ഞാൻ വന്നത്. പോർട്ടിൽ നിന്ന് ടൗണിലേക്ക് ഒരു ഗാങ്സ്റ്ററിന്റെ ടീം വരുന്നുണ്ട്. നമ്മളുടെ സൈന്യത്തിലുള്ള കുറച്ചുപേര് ടൗണിലുണ്ട്, പക്ഷേ അത് വളരെ കുറച്ചുപേരേ ഉള്ളൂ. കൊട്ടാരത്തിൽ നിന്ന് ബാക്കപ്പിന് ആള് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ സമയത്ത് അങ്ങ് എത്തുമോ എന്നുള്ളത് സംശയമാണ്. അവരുടെ ടാർഗറ്റ് ആരാന്ന് ഇപ്പോൾ റുവൻ ചോദിക്കുന്നുണ്ട്. ആ ഗാർഡ് ഇപ്പോൾ പറയുന്നുണ്ട്, അവര് മഹാറാണി കാൻഡലിന്റെ പേര് വിളിച്ച് അലറിക്കൊണ്ടാണ് വരുന്നത്. റാണിയാണെങ്കിൽ ഇപ്പോൾ ടൗണിലെ ഓപ്പറ ഹൗസിൽ ഇരുന്നിട്ടൊരു നാടകം കണ്ടുകൊണ്ടിരിക്കുക. റുവൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടോ താനീ പറയുന്നേ? ആ വന്നിരിക്കുന്ന ഗാങ്സ്റ്റേഴ്സ് അവര് മൊറോൺ ഫാമിലിയാണോ? അതെ അങ്ങുന്നേ, അവര് തന്നെയാന്ന് ഇപ്പോൾ ആ ഗാർഡ് പറയുന്നുണ്ട്. റുവൻ ആണെങ്കിൽ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, പന്ന നായിന്റെ മക്കള്, വർഷങ്ങളായിട്ട് അവന്മാർ കാൻഡലിന്റെ പിന്നാലെ തന്നെയാണ്. എന്നാലും ഈ മാരണങ്ങൾ ഇത് ആരുടെയും കണ്ണിപ്പെടാതെ എപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തു? ഒരു കാരണവശാലും ഓപ്പറ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും പറഞ്ഞ കാൻഡലിന് ഇപ്പം തന്നെ ഒരു മെസ്സേജ് വിടണം. ആ ഗാർഡാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല, ഓപ്പറ ഹൗസിലുള്ള ഡെൻഡൻ മുഷി എല്ലാം ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇട്ടിരിക്കുകയാണെന്ന്. ഇപ്പം ഇത് കേട്ടിട്ട് റുവൻ ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. ഷുറി ഇപ്പോൾ പറയുന്നുണ്ട്, ബ്രൂക്കെ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ അവരെൻ്റെ അമ്മയെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകും. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, മൊറോൺ ഫാമിലിയാ വന്നിരിക്കുന്നത് അല്ലേ? വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് രാവിലെ അവന്മാരെ ഹാർബറിൽ വെച്ച് കണ്ടതാ. ഇപ്പോൾ ടൗണിലെ ഓപ്പറ സ്ട്രീറ്റ് ആണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ വെടിയും വെച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ഗാങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവരെ കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആകെ പരിഭ്രാന്തരാകുന്നുണ്ട്. ഓപ്പറ ഹൗസിനുള്ളിൽ ഇപ്പോൾ ആ നാടകം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. നാടകം കലക്കിയിട്ടുണ്ട്, കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ ക്യൂൻ കാൻഡൽ പറയുന്നുണ്ട്. ഗ്യാങ് മെമ്പേഴ്സ് ഇപ്പോൾ ഓപ്പറ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് വളഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങി വാ ക്യാൻഡലേ, ഇത്തവണ ഓഫർ റിജക്റ്റ് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ അങ്ങ് വെടിവെച്ചിട്ടോളാൻ ഞങ്ങളുടെ തലവൻ ഡോൺ മറോൺ ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഇന്ന് കണക്ക് മൊത്തത്തിൽ സെറ്റിൽ ചെയ്തിട്ടേ ഞങ്ങൾ ഇവിടം വിടൂ. ഞങ്ങളുടെ ബോസിനെ സ്നേഹിച്ചോളാമെന്ന് നീ സമ്മതിച്ചേ പറ്റൂ ക്യാൻഡലേ. എന്തൊക്കെ വന്നാലും തിയേറ്റർ വിട്ട് പുറത്തിറങ്ങരുതെന്ന് റാണിയോട് പറയണമെന്നൊരു ഗാർഡ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ അയാളെ ഒരു ഗ്യാങ് മെമ്പർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരത്തിലാണെങ്കിൽ കിങ് റൂവൻ ഇങ്ങനെ തലേ കൈ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ബ്രൂക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നണ്ണ നിങ്ങളൊന്ന് പേടിക്കാതിരിക്കുക, നമ്മുടെ റാണി നല്ല സ്ട്രോങ് അല്ലേ, അത് നിങ്ങൾ മറന്നോ? റാണിയെ അവന്മാർ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഞാനിന്ന് അവന്മാരെ ഹാർബറിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാനൊരു കൂട്ടം ചെയ്തിരുന്നു, അത് അവന്മാർ നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ് രസം. എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ അവന്മാരെ എല്ലാം വെട്ടിപ്പൊളിയിട്ടാണേ വന്നത്. ഇപ്പോൾ റൂവനും ഷുറിയും ഇത് കേട്ടിട്ട് ഒരേപോലെ ഞെട്ടുന്നുണ്ട്. സോ ഗ്യാങ് മെമ്പേഴ്സൊക്കെ ഇപ്പോഴാണ് ആ വെട്ടിൻ്റെ എഫക്റ്റിൽ വീഴുന്നത്. ബ്രൂക്കിൻ്റെ ഫേമസ് അറ്റാക്ക്. അവിടെ താഴെ വീണ് കിടക്കുന്ന ഗ്യാങ് മെമ്പേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ സംഭവിച്ചേ? ഇതെന്ത് പണ്ടാരമാണ്? ടൗണിലെ ജനങ്ങളാണെങ്കിലും ഇപ്പോൾ ഇത് കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ യുവന്മാർ ഇത്രയും സമയം വെട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതെ, ഇത് ക്യാപ്റ്റൻ ബ്രൂക്കിൻ്റെ പണി തന്നെ. പുള്ളിയുടെ സ്വിഫ്റ്റ് സ്ലാഷ്, അത് 3 പേസ് ഹം നോച്ച് സ്ലാഷാണ് ക്യാപ്റ്റൻ്റെ മെയിൻ അറ്റാക്ക്. ലോർഡ് ബ്രൂക്ക് നിങ്ങൾ പൊളിയാണെന്നൊക്കെ ആൾക്കാരിങ്ങനെ വിളിച്ചു കൂവുന്നുണ്ട്. റാണി പുറത്തേക്ക് വരുന്നു എന്ന് ഇപ്പോൾ ആൾക്കാരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ എന്തൊരു സൗന്ദര്യമാണെന്നൊക്കെ അവർ വിളിച്ചു പറയുന്നു. സോ അങ്ങനെ എസ്പീരിയ കിങ്ഡത്തിന്റെ റാണി കാൻഡൽ ആ ഒപ്പേറ ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവരിപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആളുകളൊക്കെ നല്ല ലൈവായിട്ട് നിൽക്കുകയാണല്ലോ.
ഇനി നറേറ്ററുടെ ഒരു വോയിസ് ഓവറാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് എസ്പീരിയ കിങ്ഡത്തിൽ 2 താരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അവിടുത്തെ സൈന്യത്തിൻ്റെ പഴയ ലീഡറും പിന്നെ ഇപ്പോഴത്തെ രാജ്ഞിയുമായ ക്യാൻഡൽ. രണ്ടാമത്തെ ആൾ ഒരു ഗായകനാണ്. പക്ഷെ പുള്ളിയുടെ പാട്ടിന് ഇവിടെ പ്രശംസയേക്കാൾ കൂടുതൽ തെറിയും പരിഹാസമാണ് കിട്ടുന്നത്. എന്നാൽ സോഡ് ഫൈറ്റിങ്ങിൽ ഇങ്ങേര് പുലിയാണ്. പുള്ളിയുടെ സ്വിഫ്റ്റ് സ്ലാഷ് വളരെ പ്രശസ്തമാണ്. വെട്ടുകൊണ്ടവൻ വെട്ടുകൊണ്ടുവന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഇങ്ങേര് അടുത്ത പഞ്ചായത്ത് കടന്നിട്ടുണ്ടായിരിക്കും. അതാണ് റോയൽ ആംബുഷ് സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ ഹമ്മിങ് ബ്രൂക്ക്. ഈ രാജ്യം വളരെയധികം സമാധാനത്തോടുകൂടി പൊയ്ക്കൊണ്ടിരുന്ന നാളുകളായിരുന്നു ഇത് എന്ന് പറഞ്ഞാണ് നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങനെ ബ്രൂക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ്, ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതേപോലെ അടുത്ത ആഴ്ച എന്തായാലും ബ്രേക്ക് ഇല്ല. സോ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.